പലയിടത്തു നിന്നും വന്നവനൊക്കെ ആണല്ലോടോ കോളടിക്കുന്നത്. എങ്ങാണ്ട് നിന്നും വന്ന ഒരു ഗിരിധരൻ, അവൻ വെണ്ണയും നെയ്യും ഒക്കെ കഴിച്ച് തടിയും വെച്ച് മീനാക്ഷിയും തട്ടിക്കൊണ്ടുപോയി. വേറൊരുത്തൻ ഉദ്യോഗം ഭരിക്കാൻ വന്നു. അവൻ നല്ലൊരു പെണ്ണുണ്ടായതിന് ഒരു കൊച്ചിനെയും കൊടുത്ത് വലിഞ്ഞു. ഏതായാലും കൊള്ളാവുന്ന കൊച്ചമ്മമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാതായി. ഉറപ്പേ, ഇങ്ങനെയുള്ള ഈ നല്ല നല്ല ക്ഷേത്രങ്ങളൊക്കെ കിടക്കുമ്പോ ഈ ആഭാസന്മാരായ കള്ള യോഗിമാരുടെ പുറകെ ഇറങ്ങി തിരിക്കുന്നവർക്ക് ഇത്രയൊക്കെ കിട്ടണമെന്നാ പറയുന്നത്. പപ്പമാരെ പറഞ്ഞത് ശരിയാ. പിന്നെ അല്ലാതെ അവൻ ഭാഗ്യവാനാ കുറുപ്പേ. ഒരു കുഞ്ഞിനെയും തള്ളയും കൂടെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഭഗവാനെ ഭഗവാനെ. ഞാൻ എന്താ വരുന്നല്ലോ ഉണ്ണി തന്നെ. ആഹാ, ആരുമില്ലേ? എന്താ പൊന്നമ്മേ വിശേഷം? ഞാനന്ന് ആ വലിയമ്മയെ പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ അവരവരുടെ ചെക്കനെയും കൊണ്ട് പോയേന്. വല്ലാതെ ദാഹിക്കുന്നു. കുറച്ച് വെള്ളം. പുറത്തിരുന്നാൽ വെള്ളം അങ്ങ് തരുമായിരുന്നല്ലോ. ഞാനൊന്ന് അകത്തേക്ക് കടന്നാൽ എന്താ? എനിക്കിഷ്ടമല്ല. പൊട്ടലേക്കാൻ കൊള്ളരുതോ ഞാൻ? പുറത്തിറങ്ങണം. എന്നെ സന്തോഷിപ്പിച്ചൊക്കെ നിർത്തുകയാണെങ്കിൽ മറ്റൊരു ശല്യം ഉണ്ടാവില്ല. ഇനി നിനക്ക് കുഴപ്പമൊന്നും വരാനുമില്ലല്ലോ. മര്യാദയ്ക്ക് വിളിച്ച് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ സാവിത്രി ചമയാനൊന്നും വിചാരിക്കണ്ടടി. അങ്ങനെയൊന്നും കഴിയാനും വിചാരിക്കണ്ടടി. അത് കയ്യിലിരിക്കട്ടെ. നിന്നെ കണ്ടോളാം. എന്താ പൊന്നമ്മ? ഒന്നുമില്ല. പിന്നെ എന്തിനാ പൊന്നമ്മ കരയുന്നത്? എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വെച്ചാൽ ദ്രോഹികൾ സമ്മതിക്കത്തില്ല. ആര്? ആവാസക്കുറിപ്പോ എന്നെ ഉപദ്രവിക്കാൻ വന്നു. അയ്യോ രാഘവൻ ചേട്ടാ പോകല്ലേ. രാഘവൻ ചേട്ടാ പോകല്ലേ. രാഘവൻ ചേട്ടാ പോകല്ലേ. എന്തോന്നാണോ നോക്കുന്നത്? ആ വാസക്കുറിപ്പ്. വാസക്കുറിപ്പോ? അയാൾ ഇപ്പൊ അങ്ങനെ ഇറങ്ങിയതേ ഉള്ളൂ. ആ വടക്കേ മുക്കിന് കാണും.
പേടിക്കണ്ട, ഇനി അവൻ വരില്ല. അയ്യോ, ഒന്നോ ഒന്നതുപോലെ ഇനി കഥ തുറന്ന് കിടന്നാലും ഞാനിവിടെ ഇല്ലെങ്കിലും ആരും വരില്ല. ഇന്ന് പുറത്ത് കിടക്കണ്ട. ഞാൻ പുറത്ത് കിടന്നോളാം. വേണ്ട, അകത്ത് കിടന്നാ മതി. വേണ്ട, ഒരു പിഴച്ച പെണ്ണിനെ വെച്ചുകൊണ്ട് നാട്ടുകാരെ ദേവോത്തരം ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? ഞാൻ എന്തിനാണ് അങ്ങനെ ഉപദ്രവിക്കുന്നത്? എവിടെ കൊണ്ടുപോകുന്നു? ആ പെണ്ണിന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ? ഇത്രയും നാളും ആ പൊട്ടം വലുതൊക്കെ അന്വേഷിച്ചു കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ അതും തീർന്നു. ഇനി അവള് ചീത്തയാവാൻ പോകുന്നത്. വാസഗ്രൂപ്പ് മരിക്കുമോ? ഛേ, അത് കേസിന്റെ ബലത്തിന് വേണ്ടി ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്നതേ. പക്ഷെ ഇടി 5-6 കിട്ടി. പൊട്ടനല്ലേ ആള്? വല്ല വിവരമുണ്ടോ? പൊട്ടന്റെ ഇടിക്ക് വല്ല മയമുണ്ടോ? പൊട്ടനെ പോലീസുകാർ ഉപദ്രവിച്ചോ? ഉപദ്രവിച്ചോന്ന് ചോദിച്ചാൽ പോലീസ് കസ്റ്റഡിയിലല്ലേ. ഈ രാവിലെ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുമ്പോ ഓരോ പെരുമാറ്റമുണ്ട്. അത് സഹിച്ചേ നോക്കൂ. ശങ്കുനായറിന് അനന്തന്റെ ഒരു കൂട്ടുകാരൻ തോമസിന് അറിയാമോ? നമ്മുടെ തോമസ് വക്കീലേ? ഓ, അറിയാം. നീ സങ്കടപ്പെടാതെ, കരയാതെ പെണ്ണെ, നിന്റെ വിഷമങ്ങളൊക്കെ മാറും. ഇവിടെ ഇരുന്നാട്ടെ കൊച്ചമ്മ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇവിടെ ഇരുന്നാട്ടെ. നീ കൂടെ അവിടെ ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഇവിടെ ഇരിക്കൂ പെണ്ണെ. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സഹിക്കല്ലേ നിവർത്തിയുള്ളൂ. ദുഃഖം മനുഷ്യന്റെ കൂടെ പിറവിയാണ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. അനന്തൻ പോയതിനു ശേഷം നിന്നെ പോലെ തന്നെയാണ് ഞാനും കഴിയുന്നത്. അപ്പുകുട്ടൻ പിള്ള എഴുത്തയക്കാറുണ്ടോ? ഉണ്ട്. ഞാനിതുവരെ നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോഴെന്തോ നിന്നിൽ നിന്ന് തന്നെ അതറിയണമെന്നൊരാശ. പൊന്നമ്മേ, നിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണ്? ഞാൻ പറയില്ല. എന്നോടത് ചോദിക്കരുത്. അപ്പുകുട്ടൻ പിള്ളയാണെന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. ഞാനൊന്നും പറയില്ല കൊച്ചമ്മേ, ഞാൻ പറയില്ല. ശരി, നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല.
ഇതാ, ഇത് വാങ്ങിച്ചോ. നിനക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ എന്നെ അറിയിക്കണം. കൊച്ചമ്മ എങ്ങനെയുണ്ടടാ? ശരീരദണ്ഡം വല്ലതും പറ്റിയോ? ഇല്ല. ജയിലിൽ നിന്ന് എങ്ങനെ ഇറങ്ങി? ശങ്കുമാവൻ ഞാനല്ലട വേണ്ട, നിന്നെ രക്ഷിച്ചാള് ദേ നിൽക്കണു. സത്യത്തിൽ എന്റെ കുഞ്ഞ് ഈ ആശ്രമത്തിൽ പോയതിന്റെ പാവം തീരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ചെയ്യുന്നതാണ് നല്ലത്.